ഹലോ ഗായ്സ്, അങ്ങനെ മണി വീക്ക് അവസാനിച്ചോ എന്നെനിക്കറിയില്ല. എന്തായാലും മണി വീക്കിൻ്റെ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ടാസ്കിൽ ഒരു മണി ബോക്സ് 50,000 രൂപയുള്ള 7 മണി ബോക്സാണ് വെച്ചിരിക്കുന്നത്. നിവിൻ ഈ കളിയിലില്ല. അപ്പോൾ അതിനകത്ത് ജയിച്ചത് നമ്മുടെ നൂറയാണ്. നൂറയ്ക്ക് 3.5 ലക്ഷം രൂപയാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. സ്വന്തമായിട്ട് ജയിച്ചോ എന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് ജയിച്ചതല്ല, എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ലാസ്റ്റ് റൗണ്ട് വരെ അവർ വരാൻ 2 പേരാണ് വന്നത്, അക്ബറും നൂറയും. അവർ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബോക്സുകൾ കൈമാറിയത് കൊണ്ട് മാത്രം അവരുടെ ബോക്സുകൾ അവർക്ക് സേവ് ചെയ്യാൻ പറ്റി. അവരാദ്യം തന്നെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരുന്നു. പിന്നെ 2 പേർക്ക് ഒരു ബോക്സ് ഒരേ സമയത്ത് 2 ബോക്സ് പിടിക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പല തവണ അനൗൺസ് ചെയ്തു. പക്ഷേ അതൊന്നും അവിടെ ഫലവത്തായില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അവർ ജയിക്കില്ലല്ലോ. കാരണം 2 ബോക്സ് 2 പേരും 2 ബോക്സ് പിടിക്കുകയാണെങ്കിൽ അവരവരുടെ ബോക്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ട് വേറൊരു ബോക്സ് കൊണ്ടിട്ടത് കൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ 2 പേരും പരസ്പരം അവരുടെ ബോക്സ് തന്നെ പിടിച്ചുകൊണ്ടിരുന്നാൽ 2 ബോക്സ് ഒരു സമയത്ത് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കൊണ്ടിടുക? അപ്പോൾ അങ്ങനെ ചെയ്തില്ല. അക്ബറിൻ്റെ നൂറാടെ ബോക്സ് സംരക്ഷിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് വേറൊരു ബോക്സ് കൊണ്ടുവന്ന് ഇട്ടത്. കാരണം നമ്മുടെ ആരുടെയാണ് അനുമോളുടെ ബോക്സ് കൊണ്ടുവന്ന് ഷാനവാസിക്കാൻ തോന്നിട്ട് ഷാനവാസിക്ക. അതിനുശേഷം പിന്നെ പല സാബുമാനും ഒക്കെ അങ്ങനെ 2 ബോക്സ് പിടിച്ചുകൊണ്ട് പോയി ഒരു ബോക്സ് ഇട്ട് പിന്നെ സാബുമാൻ്റെ ബോക്സും അക്ബറിൻ്റെ ബോക്സ് സേവ് ചെയ്തുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് അക്ബറിൻ്റെ ബോക്സ് പിടിച്ച് മറ്റേ കൈ കൊണ്ടാണ് ആ ഒരു വേസ്റ്റ് ബിന്നിലോട്ട് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ഫെയർ ഗെയിമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഫെയർ ഗെയിം അല്ല. പിന്നെ ബുദ്ധിപരമായിട്ട് കളിച്ചെന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായിട്ട് കളിച്ചു. അവർ 2 പേരും ഗ്രൂപ്പായിട്ട് കളിച്ചത് കൊണ്ട് കിട്ടി. പക്ഷേ അക്ബർ വിചാരിച്ചത് അക്ബറിന് കൊടുക്കുമെന്നാണ്. അക്ബറിൻ്റെ കുരുട്ട് ബുദ്ധി അവിടെ ഫലവത്തായില്ല എന്ന് മാത്രമാണ് ഇതിവിടെ പറയാനുള്ളത്. എന്തായാലും നൂറയ്ക്ക് 3.5 ലക്ഷം രൂപ സമ്മാനമായിട്ട് കിട്ടി. അവർ മണി ബാഗ് എടുത്തുകൊണ്ട് പോകണമെന്ന് അവർ പിന്നെ ലെസ്ബിയൻസ് 2 പേരും കൂടി അവർ ചർച്ച ചെയ്തത്. അവർക്ക് അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ട് മണി കിട്ടിയിട്ടുണ്ട്. ഇനിയും ടാസ്കുകൾ ഉണ്ടോ എന്നറിയില്ല. എന്നാൽ ഇപ്പോൾ ഒരു നല്ല എമൗണ്ട് 2 പേർക്ക് കൂടി നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ അനീഷേട്ടനാണ് ഔട്ടായത്. അനീഷേട്ടൻ ഔട്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ബോക്സ് സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനീഷേട്ടൻ എന്ത് ചെയ്തു? അനുമോളുടെ ബോക്സ് സംരക്ഷിച്ചു. അനുമോളുടെ ബോക്സ് എടുത്ത് പിടിച്ചുകൊണ്ട് വന്ന് കളഞ്ഞില്ല. അപ്പോൾ പക്ഷേ തിരിച്ച് അനുമോൾ അതുപോലെ ചെയ്തായിരുന്നു. അനീഷേട്ടൻ്റെ ബോക്സ് പിടിച്ചാൽ മതിയായിരുന്നു. അനുമോൾ അത് ചെയ്തില്ല. ചെയ്യാഞ്ഞതുകൊണ്ട് പിന്നെ സാബുമാൻ അനീഷേട്ടൻ്റെ ബോക്സ് എടുത്തുകൊണ്ട് വന്ന് വേസ്റ്റ് ബിന്നിലിട്ടു. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്കൊന്നും അനുമോൾ അത് മനസ്സിലായില്ല. അത് അനീഷേട്ടൻ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ അവർക്ക് ഈ അക്ബറിൻ്റെയും നൂറയും പോലെ അവർക്കും ലാസ്റ്റ് മൊമെൻറ്റ് വരെ നിൽക്കാമായിരുന്നു. ഒരു നല്ല ഒരു ചലഞ്ചിങ് കളിയിൽ ഒരു ഗെയിമിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമുക്കൊരു സ്പിരിറ്റ് ഉണ്ടായേനെ. ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ടല്ലേ, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായില്ല. ചുമ്മാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അങ്ങ് പോയി. പിന്നെ അനുമോളെ സംബന്ധിച്ചുള്ള അനുമോൾ ഒരുമാതിരി ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. എന്തിനാണോ എന്തോ ആരാണ്ട് നഷ്ടപ്പെട്ടാണ് ഗ്ലൂമിയായി. അടിച്ചു പൊളിച്ച് കളിക്കേണ്ട ഗെയിമൊക്കെ ഭയങ്കര ചാടി ഓടി കളിക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്തിനാണ് ഈ ലെസ്ബിയൻസ് അല്ലെങ്കിൽ ലെസ്ബിയൻസ് ദമ്പതികളെ കണ്ടുകൊണ്ടാണോ പിന്നെ അനുമോൾ അവിടെ നിൽക്കുന്നത്? അല്ലല്ലോ, ഇവരൊക്കെ എന്നേ ഈ ലെസ്ബിയൻസൊക്കെ ഔട്ടായി പോകേണ്ടതായിരുന്നു. അനുമോൾ ഉണ്ടായതുകൊണ്ട് അവർ ഇത്ര നാൾ നിന്നും. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണെന്ന് നമ്മൾ എത്ര കാലം കൊണ്ട് ഈ പുറത്തിരുന്ന് പറയുന്നു. ഇവരെ അനുമോളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഇവരെപ്പോഴും പറയാറുള്ളത്. പരദൂഷണം പറയുന്നു. ഈ അനുമോളോ ഇല്ലാത്തപ്പോൾ അനുമോളെക്കുറിച്ച് കുറ്റമാണ് ഇവർ പറയുന്നത്. പരസ്പരം 2 പേരും കൂടി ഇരുന്ന് അനുമോളെ ഷാനവാസിക്കായും കുറ്റമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇവരുടെ കൃത്യമായിട്ടുള്ള ക്യാരക്ടർ നമുക്കറിയാം. നമുക്കതുകൊണ്ട് പുതുമയില്ല. പക്ഷേ അനുമോളെ സംബന്ധിച്ചും ഇത് അനുമോൾക്കൊരു പുതുമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അനുമോൾ പ്രധാനമായിട്ടും ഈ ഒരു പിന്നെ എന്താ പറയുക, ഒരുമാതിരി ഗ്ലൂമി, ഒരുമാതിരി അതിൻ്റെ ഒന്നും ഒരു ആവശ്യകതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ലെസ്ബിയൻസ് ദമ്പതികൾക്ക് 3.5 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. അവർ ഡിസ്കഷൻ ചെയ്തതുപോലെ തന്നെ അവർക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനായിരുന്നു അവർക്ക് ആഗ്രഹം. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് 3.5 ലക്ഷം രൂപ അവർക്ക് കിട്ടി. എല്ലാവരോടും ചർച്ച ചെയ്ത് തീരുമാനിക്കാനായിരുന്നു അവസാനം പറഞ്ഞ് അക്ബറും നൂറയും ആയിരുന്നു അവസാനത്തെ റൗണ്ടിലുള്ളത്. അപ്പോൾ ചർച്ച ചെയ്ത് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് നൂറയ്ക്ക് കൊടുക്കാനായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ നൂറയ്ക്ക് 3.5 ലക്ഷം രൂപയും സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്ക് ആർക്കായാലും ഇവരെ ഒരു വീട്ടിലോട്ടല്ലേ പോകണത്. അത് തന്നെ ആയിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഏകാന്തത താണ്ടി ജയിക്കും എന്നുള്ളൊരു പാട്ട്, ഇതിൻ്റെ ടൈറ്റിൽ സോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കാലത്തിൻ ഗതിയറിയാതെ നേരത്തിൻ എന്തോ അതറിയാതെ ഏകാന്തത താണ്ടി ജയിക്കും. ഇവിടെ എവിടെയാണ് അവർക്ക് ഏകാന്തത? അവർ ടൂറിന് വന്നതാണ്. അവർ 2 പേരും രാവിലെ ഒരാൾ ചൂടുവെള്ളം നൂറയ്ക്ക് ചൂടുവെള്ളം ബക്കറ്റിനാക്കി ചൂടാക്കി ബക്കറ്റിൽ ഒഴിച്ച് അതിലെ കൊണ്ടു കൊടുക്കുന്നു. അവരൊരു ടൂറിന് വന്ന് ഹണിമൂണിനോ അല്ലെങ്കിൽ ടൂറിന് വന്ന് 100 ദിവസം ഇവിടെ ചിലവഴിച്ച് ഭയങ്കര സന്തോഷം. അവർ 2 പേരുടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഒരു കട്ടിലേക്ക് കിടക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അവരൊരു ടൂറാണ്. അവർക്കൊരു ഭയങ്കര എന്താ പറയുക, ഒരു റിസോർട്ടിൽ വന്ന അനുഭവമാണ് ഇവിടെ. ആ റിസോർട്ടിൽ വന്നിട്ട് അവർ ടൂറിന് വന്നിട്ട് പോകണം. അല്ലാണ്ട് ഇവരെവിടെയാണ്
ഏകാന്തത. ഇവരൊറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ആയിരുന്നില്ല കളിക്കുന്നത്, ഇവരിങ്ങനെ കളിക്കാനും പറ്റില്ല, ഇവരെപ്പോഴോ ഔട്ടായി പോയനെ. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെ അപേക്ഷിച്ച് ഇവർക്ക് ഭയങ്കര ബെനിഫിറ്റാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഇവരെന്തിനാണ് 2 കണ്ടസ്റ്റൻ്റാക്കി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഇവരെ കൊണ്ടുവന്ന് ഒറ്റയ്ക്കൊറ്റയാക്കി 2 കണ്ടസ്റ്റൻ്റ് എന്നുള്ളത് ബിഗ് ബോസ് ഗെയിമിന് ഈ ഏകാന്തത എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊറ്റ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സാണ് എന്നുള്ളത് പറയാൻ വേണ്ടി. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഇവർ കളിച്ചില്ലല്ലോ, ഇവരെപ്പോഴേ ഔട്ടായി പോകണമായിരുന്നു, അല്ലെ ഒരാളെ ഔട്ടാക്കണമായിരുന്നു. എന്തിനാണ് ഇവരെ സേവ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവരുടെ ഗെയിം ഒരിക്കലും ഫെയർ അല്ല, ഇവരുടെ ക്യാരക്ടറും ഫെയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ബിഗ് ബോസ് ഇവർക്ക് ഒരുപാട് ഫേവറിസവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നോക്കാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.